السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സൃഷ്ടാവായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ മുണ്ടേരി എന്ന പ്രദേശത്താണ് എൻ്റെ വീട്. എറണാകുളത്ത് നിന്ന് 225 കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ വീട്ടിലേക്ക്. 225 കിലോമീറ്റർ. രാവിലെ 9 മണിക്കൊരു ട്രെയിനുണ്ട് നിലമ്പൂരിൽ നിന്ന്. ഞാൻ ആ ട്രെയിനിന് എറണാകുളത്തേക്ക് പുറപ്പെടാൻ വേണ്ടി വന്നപ്പോൾ ട്രെയിന് പോയിട്ടുണ്ട്. പിന്നെ ബസ്സിന് പോന്നാൽ ഈ സ്ഥലത്ത് ഒരിക്കലും എത്തൂല, ഈ സമയത്ത് എത്തൂല. അപ്പം ഞാൻ സംഘാടകർക്ക് വിളിച്ചു, എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്, ട്രെയിന് പോയി, ഞാൻ വളരെ പ്രയാസപ്പെട്ട് വരണം, ഇന്ന് ആരൊക്കെയോ റോഡ് ഉപരോധിക്കുന്നുണ്ട് എന്നൊക്കെ വാർത്തയിൽ കേട്ടു, അതുകൊണ്ട് എത്തിപ്പെടാൻ പ്രയാസമാണ്. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും വന്നേ പറ്റൂ, വരൽ നിർബന്ധമാണ്. നമ്മൾ വിളിച്ച പല ആളുകൾക്കും വരാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ വന്നേ പറ്റൂ. ഈ 225 കിലോമീറ്റർ ഒരു ടാക്സി എടുത്ത് ഞാൻ ഇവിടെ വന്നു. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനുള്ളത് ഒരു അരമണിക്കൂർ സമയമാണ്, 40 മിനിറ്റ് സമയം. അത് നിങ്ങളുടെ ഈ സെഷന്റെ അവസാനത്തെ ഭാഗം കൂടിയാണ്. രാവിലെ മുതലേ ഇവിടെ വന്ന് ഈ ആദ്യമായിട്ടായിരിക്കും ഒരു വീടിൻ്റെ ഉള്ളിൽ ഇത്ര സമയം നമ്മൾ ഇരിക്കുന്നത്. അത്ര സമയം ഇരുന്ന് വ്യത്യസ്ത വിഷയത്തിലുള്ള വ്യത്യസ്ത പ്രഭാഷകരുടെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രഭാഷണങ്ങൾ കേട്ട് പുറത്തേക്കൊന്ന് പോവാൻ സംഘാടകരെ അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്ത ഭ്രാന്ത് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇതിൻ്റെ അവസാനത്തെ സെഷനിൽ നിങ്ങളോട് സംസാരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടത്. ഒരു ക്യാമ്പിൻ്റെ അവസാനത്തെ സെഷനിൽ ക്ലാസ് എടുക്കുമ്പോൾ എനിക്കൊക്കെ ഓർമ്മ വരാറുള്ളത്, സ്കൂളിൽ 7ാം പീരീഡ് കണക്കെടുക്കാൻ വേണ്ടി വരുന്ന അധ്യാപകനെ ഓർമ്മ വരും. 7ാമത്തെ പീരീഡ് ആളില്ലെങ്കിൽ വീട്ടിൽ പോവായിരുന്നു എന്നിങ്ങനെ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ കണക്ക് മാഷ് പുസ്തകവും ചോക്കുമൊക്കെ ആയിട്ട് ക്ലാസ്സിൽ വന്ന് നോട്ട് പുസ്തകം എടുത്ത് ഒരു കണക്കൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു സന്തോഷമല്ലേ? ആ സന്തോഷമായിരിക്കും ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് എന്ന് എൻ്റെ മനസ്സെന്നോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത്, അരമണിക്കൂർ സമയം നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു സംസാരം ഉണ്ടാവരുത്, വേറെ ഒരു ഏർപ്പാടും ഉണ്ടാവരുത്. ഈ അരമണിക്കൂർ നിങ്ങൾ ഇത്രയും 250 കിലോമീറ്റർ താണ്ടി നിങ്ങളെ കാണാൻ വന്ന ഒരു സാധു എന്നുള്ള നിലക്ക് അരമണിക്കൂർ സമയം നിങ്ങൾ എനിക്ക് വേണ്ടി തരണം. ഈ സമ്മേളനത്തിൻ്റെ അവസാനത്തെ സെഷനിൽ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും ഒരിക്കലും മറക്കുകയില്ലാത്ത, ഒരിക്കലും മറന്നു പോകാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ്. പക്ഷേ എന്താണെന്നറിയോ, പലപ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സ്നേഹം അത് തിരിച്ചറിയാതെ പോകുന്നുണ്ട് നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ളവരും നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ ഗുരുനാഥന്മാരും ഒക്കെ.
എല്ലാവർക്കും ഈ പ്രായത്തിലുള്ള കൗമാരക്കാരായ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ഭയങ്കര വികൃതിയാണ്, പറഞ്ഞാൽ കേൾക്കൂല, അനുസരിക്കൂല, അനുസരണ ഇല്ല, ബഹുമാനമില്ല, സ്നേഹമില്ല എന്നൊക്കെ എല്ലാവരും ഒരു പക്ഷെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കിടക്കുന്ന ഒരു സ്നേഹമുണ്ട് നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ ഗുരുനാഥന്മാരോടൊക്കെയുള്ള ഒരു സ്നേഹം. പക്ഷേ ആ സ്നേഹത്തിനെ പലപ്പോഴും പല ആളുകളും കാണാറില്ല. എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഞങ്ങൾ മാതാപിതാക്കൾ ഏറ്റവുമേറെ ഭയപ്പെടുന്ന ഒരു സംഗതി എന്താ അറിയോ? എൻ്റെ കുട്ടിയെ രോഗം ബാധിക്കുന്നോ, എൻ്റെ കുട്ടിയുടെ ആരോഗ്യം കുറയുന്നുണ്ടെന്നോ, എൻ്റെ കുട്ടി പഠിപ്പിൽ പിന്നോക്കം പോകുന്നുണ്ടോ എന്നൊക്കെ ഞങ്ങൾ പേടിക്കുന്നതിനേക്കാളേറെ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഞങ്ങൾ അഥവാ നിങ്ങളുടെ മാതാപിതാക്കൾ പതുക്കെ 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 മാഞ്ഞു പോകുന്നുണ്ട്. മാതാപിതാക്കളോടുള്ള സ്നേഹം, മാതാപിതാക്കളോടുള്ള ബഹുമാനം, അത് ആദരവ്, അതൊന്നും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് മാതാപിതാക്കൾക്ക് കിട്ടുന്നില്ല. ഞങ്ങളൊക്കെ പേടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ടോ എന്നാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന പ്രൊഫൈൽ ചിത്രങ്ങൾ, ഒരുപക്ഷെ നിങ്ങളുടെ പുസ്തകത്തിൻ്റെ പേജുകളിൽ, ചട്ടകളിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന ചിത്രങ്ങൾ സിനിമാ നടന്മാരുടേതുണ്ട്, ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെതുണ്ട്, ലോകത്തറിയപ്പെടുന്ന പല ആളുകളുടെ പേരുകളും അഡ്രസ്സുകളും അവരുടെ കാര്യങ്ങളും ജീവിത രീതിയുമൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇത്ര സമയം കൊടുക്കാൻ, അവരോട് അവരുടെ കൂടെ ഇരുന്ന് ഇത്തിരി സംസാരിക്കാൻ, ആ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച് അവരുടെ കവിളത്തൊരു ഉമ്മ കൊടുക്കാൻ, ആ മാതാപിതാക്കളുടെ കൈ പിടിച്ച് അവരോട് തമാശ പറഞ്ഞ് ചിരിക്കാനൊന്നും പുതിയ തലമുറക്ക് താല്പര്യമല്ല. ഒരു ഉമ്മ എന്നോട് വന്നിട്ടൊരു സങ്കടം പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾക്ക് ആകപ്പാടെ ഒരൊറ്റ പെൺകുട്ടിയേ ഉള്ളൂ, 18 വയസ്സായിട്ടുണ്ട് ആ പെൺകുട്ടിക്ക്, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ കുറിച്ച് ആ ഉമ്മ പറഞ്ഞ പരാതി എന്താ അറിയോ? ഉസ്താദേ എൻ്റെ മോള് എന്നോട് നല്ല ഒരു സംസാരം ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലും അവളോട് പറഞ്ഞാൽ അവൾ എന്നോട് ദേഷ്യപ്പെടും, അവൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും, സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയും. എൻ്റെ മോള് എന്നോട് നല്ല നിലക്ക് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നേ ഇല്ല. എന്നിട്ട് ആ ഉമ്മ പറയണേ, ഉസ്താദേ എൻ്റെ മോള് അവളിങ്ങനെ ചിരിച്ച് കളിച്ച് നല്ല നിലക്ക് സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി എൻ്റെ മോള് അവരുടെ കൂട്ടുകാരികൾക്ക് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ വാതിൽക്ക് ചെവി വെച്ച് കാത്തിരിക്കാറുണ്ട്. ഉസ്താദേ ഒരു ഉമ്മയുടെ സങ്കടം നോക്കാൻ നിങ്ങൾ എന്താ പറഞ്ഞത്? എൻ്റെ മോളുടെ നല്ല സംസാരം കേൾക്കാൻ അവൾ കൂട്ടുകാരികൾക്ക് ഫോൺ ചെയ്യുമ്പോൾ വാതിലിൻ്റെ വിടവിൽ ചെവി ചേർത്ത് വെച്ചുകൊണ്ട് കാത്തിരിക്കാറുണ്ട് ഒരു ഉമ്മ. ആരാണ് ഈ ഉമ്മ? ഈ മകൾക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കി ഈ രൂപത്തിലാക്കിയെടുത്ത ആ ഉമ്മ. ഞാൻ എൻ്റെ മക്കളോട് ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ദേഷ്യപ്പെട്ട് സംസാരിച്ചത് ആരോടെ കാരണം? ഏറ്റവും ദേഷ്യപ്പെട്ട് ആരോടാ? ആ ഉമ്മാനോടെ കാരണം. ഉമ്മാനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതുപോലെ ജീവിതത്തിൽ വേറെ ഒരാളോട് നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല. എന്താ ഉമ്മ പറഞ്ഞത്? മോനെ വാ ഒന്നീ ചായ ഒന്ന് കുടിക്ക്. അപ്പൊ നമ്മൾ മൊബൈലിലാണ് അല്ലെങ്കിൽ ടി വിയിലാണ്. ഇപ്പൊ വരാ. 10 മിനിറ്റ് കഴിഞ്ഞു, ചായ തണുത്തു. ഉമ്മ ഒന്നുകൂടി ചായ ചൂടാക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു മോനെ ഒന്നീ ചായ ഒന്ന് കുടിക്ക്. അപ്പോഴും നമ്മൾ മൊബൈലിൽ ഗെയിമിലാണ്. ഈ ഉമ്മത് ഒരു കാര്യം 100 വട്ടം പറഞ്ഞാൽ കേൾക്കൂല, ഞാൻ അങ്ങോട്ട് വന്ന് കുടിക്കൂലേ. പാവമ്മ വീണ്ടും അടുക്കളയിലേക്ക് പോയി. 10 മിനിറ്റ് കഴിഞ്ഞ് ചായ ചൂടാറിയിട്ടുണ്ട്. ഉമ്മ വീണ്ടും ചായ ചൂടാക്കിയിട്ട് മോനെ വിളിച്ചു, മോനെ ദാ ഈ ചായപാത്രം ഇത് നീ കുടിച്ചിട്ട് ഇതൊന്ന് കഴുകി വെച്ചിട്ട് വേണം ഉമ്മാക്ക് അടുക്കളയിൽ നിന്നൊന്ന് പോരാൻ, നീ ഒന്ന് കുടിച്ച് പാത്രം ഒന്ന് ഒഴിവാക്കിക്കൊണ്ട. നമ്മൾ ദേഷ്യപ്പെട്ടു. ഉമ്മാന്റെ മുഖത്തേക്ക് ദേഷ്യത്തോടു കൂടി നോക്കി. പാവം നമ്മുടെ ഉമ്മ നമ്മൾ കാണാതെ അടുക്കളയിലേക്ക് പോയി. ഉമ്മ കണ്ണ് നിറഞ്ഞത് ഉമ്മയുടെ തലയിലെ പുള്ളിത്തട്ടത്തിന്റെ തല കൊണ്ട് ഉമ്മ തുടച്ചെടുക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ലോകത്ത് ഏറ്റവുമേറെ സ്നേഹത്തോടു കൂടി, ഏറ്റവുമേറെ ബഹുമാനത്തോടു കൂടി ആദരിക്കേണ്ട, സ്നേഹിക്കേണ്ട ആളുകളോട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ചില തകരാറുകൾ ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ ബന്ധങ്ങളിൽ ചില അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം എന്താ അറിയോ? ഞാൻ ഒരു മാതാപിതാക്കളെ കുട്ടികൾ തീരെ സ്നേഹിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ ഞാൻ ആ മാതാപിതാക്കളോട് നിങ്ങളെ കുട്ടികളെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു.
ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുണ്ട്. ഒരു 16 വയസ്സായ പെൺകുട്ടിയും ഒരു 14 വയസ്സായ ആൺകുട്ടിയും ഉണ്ടാവും. ഈ 2 കുട്ടികളെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ എന്താ നിങ്ങളുടെ മാതാപിതാക്കളോട് ഈ രൂപത്തിൽ പെരുമാറുന്നത്? എന്താ നല്ല നിലക്ക് പെരുമാറാത്തത്? അപ്പൊ ആ കുട്ടികൾ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട ഈ മാതാപിതാക്കളോട് നല്ല നിലക്കൊന്ന് പെരുമാറിയാൽ നിങ്ങൾക്ക് എന്താ മക്കളെ നഷ്ടം? അപ്പൊ ഇതിൽ ആ ആൺകുട്ടി പറയണേ, ഞങ്ങളെ ഉമ്മയും ബാപ്പയും ഞങ്ങൾക്ക് വേണ്ടി അത്രയൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ പറയും പോലെ ഞങ്ങളെ ഉമ്മയും ബാപ്പയും ഞങ്ങൾക്ക് വേണ്ടി അത്രയൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവൻ കനപ്പിച്ചു പറഞ്ഞു. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ, നീ ഈ ഭൂമിയിൽ നിന്റെ ജീവിതം ആദ്യമായി തുടങ്ങിയത് എവിടെയാണ്? മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിലാ. നിന്റെ ജീവിതം ഈ ഭൂമിയിൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് ആദ്യമായി അറിഞ്ഞത് ആരാന്നറിയോ? ഉമ്മയാണ്. എങ്ങനെ അറിഞ്ഞത്? ഉമ്മാന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞോ, ഉമ്മ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ, ഞാൻ നിങ്ങളുടെ വയറ്റിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് എന്ന് ഉമ്മാന്റെ വയറ്റിൽ നിന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ ഉമ്മ അറിഞ്ഞത്? നടന്നു പോകുന്ന ഉമ്മ പെട്ടെന്ന് തല കറങ്ങി വീണു. ഉമ്മയുടെ തല വാതിലിന്റെ കട്ടിലടിച്ച് ഉമ്മയുടെ നെറ്റി പൊട്ടി ചോരയൊഴുകി. ആളുകളൊക്കെ പാടെ താങ്ങിയെടുത്ത് ഉമ്മാനെ ആശുപത്രി കൊണ്ടുപോയി. ഉമ്മ തളർന്നു കിടന്നു. ഗ്ലൂക്കോസ് കയറ്റി. ഉമ്മാക്ക് സംസാരിക്കാൻ വയ്യ. ഉമ്മ വല്ലാതെ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു പരിശോധിക്കണം. കുറേ പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, സന്തോഷിച്ചു കൊള്ളുക, സന്തോഷിച്ചു കൊള്ളുക. എന്തേ? മുറിയായതിന്റെ സന്തോഷാണോ? അല്ല. തലമിന്നിയതിന്റെ സന്തോഷാണോ? അല്ല. നിങ്ങളുടെ വയറ്റിൽ നിങ്ങൾക്ക് ഒരു കുട്ടി പിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ജന്മം, നിങ്ങൾക്കൊരു മകൻ ഒരു മകൾ പിറക്കുകയാണ്. അതിന്റെ പിറവിയുടെ തുടക്കം നിങ്ങളുടെ ഗർഭാശയത്തിൽ തുടങ്ങിയിട്ടുണ്ട്. നെറ്റി പൊട്ടി, ചോരയൊലിക്കുന്നുണ്ട്, വല്ലാത്ത വേദനയുണ്ട്, വല്ലാത്ത ക്ഷീണമുണ്ട്. പക്ഷേ നമ്മുടെ ഉമ്മയുടെ ചുണ്ടിൽ വല്ലാത്ത ഒരു സന്തോഷത്തിന്റെ ചിരി വന്നു. എന്തേ? എനിക്കൊരു കുട്ടി ജനിക്കുന്നുണ്ട്. നെറ്റി പൊട്ടിയ വേദന ഉമ്മ മറന്നു. ഒലിച്ചിറങ്ങിയ ചോരകൾ ഉമ്മ മറന്നു. വീണത് ഉമ്മ മറന്നു. ഉമ്മയുടെ ക്ഷീണം ഉമ്മ മറന്നു. പക്ഷേ ഉമ്മയുടെ മനസ്സിൽ ജനിക്കാനിരിക്കുന്ന നമ്മളുടെ ഉമ്മ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നമ്മുടെ മുഖം ഉമ്മയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നപ്പോൾ അന്ന് മുതൽ, ആ നിമിഷം മുതൽ ഉമ്മ നമുക്ക് വേണ്ടി സഹിക്കാൻ തുടങ്ങി. അല്ലേ? നമ്മള് ഉമ്മാന്റെ വയറ്റിലായിരുന്നപ്പോ എന്തേ ഭക്ഷണം കഴിച്ചീനെ? ബിരിയാണിയോ നെയ്ച്ചോറോ നൂഡിൽസോ ബിസ്ക്കറ്റോ ചോക്ലേറ്റോ കേക്കോ എന്താ കഴിച്ചിരുന്നേ? ഒന്നും കഴിച്ചില്ല. ഒന്നും കഴിക്കാതെ നമ്മൾ എങ്ങനെ വലുതായത്? അതെ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉമ്മയുടെ ശരീരത്തിലേക്ക് ഒരു വയറുണ്ടായിരുന്നു. നമ്മളതിനെ പൊക്കിൾ കൊടി എന്ന് വിളിക്കും. ആ വയറ് ഉമ്മയുടെ ശരീരത്തിൽ ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പോഷകങ്ങൾ മുഴുവനും വലിച്ചെടുത്തു. നമ്മുടെ ഉമ്മയുടെ ചുണ്ട് നീല നിറായി. എന്റെ ശരീരത്തിൽ പോഷകങ്ങളില്ല. ഉമ്മയുടെ ശരീരം കടലാസ് പോലെ വിളറി. എന്തേ? ഉമ്മയുടെ ശരീരത്തിൽ പോഷകങ്ങളില്ല. ഉമ്മയുടെ ശരീരം നാൾക്ക് നാൾ ക്ഷീണിച്ചു വന്നു. ഉമ്മാക്ക് നടക്കാൻ വയ്യ. ഉമ്മാക്ക് തലമിന്നുന്നു. എന്താ സംഭവിക്കുന്നത്? ഉമ്മയുടെ ശരീരത്തിൽ പോഷകങ്ങളില്ല. എവിടെ? ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പോഷകങ്ങൾ എവിടെ? ആ പോഷകങ്ങൾ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ വലിച്ചെടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ കരിമ്പിൻ ചണ്ടി പോലെ നമുക്ക് നീര് കിട്ടാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ നമ്മൾ കരിമ്പിൻ ചണ്ടിയെ പോലെ ഒന്നുമില്ലാത്ത ശരീരമാക്കി മാറ്റിയാണ് ഈ കോലത്തിലേക്ക് നമ്മൾ വളർന്നു വന്നത്. നിങ്ങൾക്കറിയോ, ഈ ലോകത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന മരണവേദനയാണ്. മരണവേദനയോളം വലിയ ഒരു വേദന ഈ ലോകത്തില്ല. നമ്മളൊരു വാഹനത്തിന്റെ അടിയിൽപ്പെട്ട് ആ വാഹനത്തിന്റെ പിൻചക്രം നമ്മുടെ തലയിലൂടെ കയറി ഇറങ്ങുമ്പോ, നമ്മുടെ തല പൊട്ടിച്ചെതറുമ്പോ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. അത് മരണവേദന. അത് ഈ ലോകത്തിലെ ഏറ്റവും കഠിനമായ വേദനയാണ്. ആ മരണവേദന കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന അത് പ്രസവത്തിന്റെ വേദനയാണ്. ഒരു ഉമ്മ പ്രസവിക്കുന്ന വേദനയാണ്. ഒന്നാമത്തെ കുട്ടി ജനിച്ചപ്പോൾ ആ വേദന ഉമ്മ അനുഭവിച്ചിട്ടുണ്ട്. മരിച്ചു പോകുമോ എന്ന് തോന്നുന്ന വേദന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രസവത്തിന് വേണ്ടി നമ്മുടെ ഉമ്മയെ കൊണ്ടുപോകും മുമ്പേ പരിശോധിച്ച് വസ്ത്രങ്ങളൊക്കെ മാറ്റി ആ വെള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ഉമ്മയെ ഒരു സ്ട്രെച്ചറിൽ കിടത്തിയിട്ട് നമ്മുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഉപ്പയുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഡോക്ടർ പറയുക ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോകാൻ കേട്ടോ, യാത്ര ചോദിക്കാൻ വേണ്ടി വന്നതാ.
അപ്പൊ ഉമ്മയുടെ കണ്ണിലേക്കൊന്ന് നോക്കണം നമ്മൾ. ഇനി ഒരിക്കലും തിരിച്ചു കണ്ടേക്കില്ല, ഇത് അവസാനത്തെ കാഴ്ചയാവാം എന്ന ഉറപ്പോടുകൂടി കണ്ണുനീര് ഒലിച്ചിറങ്ങുന്ന ആ കണ്ണുകൾ ഇറുകി അടച്ചുകൊണ്ട് ഒരു വാക്ക് പോലും യാത്ര ചോദിക്കാൻ കഴിയാതെ നമ്മുടെ ഉമ്മ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? എന്തേ അത്? ആ ഉമ്മയുടെ മനസ്സ് പറയുന്നുണ്ട്, ഞാൻ ചിലപ്പോഴേ തിരിച്ചു വരൂ, ഞാൻ ചിലപ്പോഴേ തിരിച്ചു വരൂ. ലോകത്ത് മരണം കഴിഞ്ഞാൽ ഏറ്റവും സങ്കീർണമായ പ്രക്രിയക്ക് താൻ വിധേയമാക്കപ്പെടുകയാണ്. എൻ്റെ മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ, എൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ ഒരുപക്ഷെ ഞാൻ ഇനി കണ്ടേക്കില്ല. ആ സങ്കടമാണ് യാത്ര പോലും പറയാൻ കഴിയാതെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ചില്ലുവാതിൽ തുറന്ന് നമ്മുടെ ഉമ്മയെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവസാനമായി ഉമ്മ തിരിഞ്ഞു നോക്കുന്ന ഒരു നോട്ടമുണ്ട്. ഇതൊക്കെ കണ്ടപ്പോ ഞാൻ ഒരിക്കല് എൻ്റെ വീടിന്റെ അയൽപ്പക്കത്തുള്ള ഒരു സ്ത്രീയോട് ചോദിച്ചു, ഈ പ്രസവം എന്നത് ഇത്രമാത്രം വേദനയുള്ളതും ഇത്രമാത്രം ഭയാനകവുമായിട്ട് നിങ്ങൾ എന്തേ രണ്ടാമതും പ്രസവിച്ചത്? ഒന്നാമത്തെ പ്രസവത്തിൽ വേദനയറിഞ്ഞു, അതിന്റെ പ്രയാസമറിഞ്ഞു, പിന്നെ എന്തേ നിങ്ങൾ രണ്ടാമതും പ്രസവിക്കുവാൻ തയ്യാറായത്? ആ അയൽപ്പക്കത്തെ സ്ത്രീ എന്നോട് പറഞ്ഞത്, എടാ, ആ ജനിച്ചു വീണ കുട്ടിയുടെ മുഖമുണ്ടല്ലോ, ആ ചോരക്കുഞ്ഞിന്റെ മുഖം, ആ മുഖത്തേക്ക് ഒരു പ്രാവശ്യം നോക്കിയാൽ മതി, ആ പ്രസവത്തിന് മുമ്പ് അനുഭവിച്ച എല്ലാ വേദനകളും അതോടുകൂടി മറക്കും മോനെ. അതുകൊണ്ട് എത്രയൊക്കെ വേദന സഹിച്ചാലും ആ വേദനയ്ക്ക് ശേഷം തൻ്റെ സമീപത്തേക്ക് എടുത്തു കടത്തിയ തൻ്റെ പ്രിയപ്പെട്ട ചോരക്കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അഥവാ നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, ആ ഉമ്മ അതുവരെ അനുഭവിച്ച എല്ലാ വേദനകളും ആ ഉമ്മ മറന്നു കളയുന്നു. ഉമ്മ പ്രസവിക്കുവാൻ വേണ്ടി ആശുപത്രിയുടെ വാർഡിലേക്ക് പോകുമ്പോ ആശുപത്രിയുടെ വരാന്തയിലൂടെ ആരോടും സംസാരിക്കാതെ പിന്നിലേക്ക് കയ്യും കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരാളെ കാണാം. പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ, നിറഞ്ഞ കണ്ണുകളോടെ, വിവർണമായ മുഖത്തോടെ, വിറക്കുന്ന ചുണ്ടുകളോടെ ICUവിന്റെ മുമ്പിലൂടെ തലങ്ങും വലങ്ങും ആരോടും സംസാരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരാളെ കാണാം. ആരാണത്? നമ്മുടെ ബാപ്പയാണത്. മനസ്സ് നിറയെ ആകുലതകളും വ്യാകുലതകളും അനുഭവിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക്, തൻ്റെ പ്രിയപ്പെട്ട കുട്ടിക്ക് അപകടങ്ങളൊന്നും വരുത്തരുതേ റബ്ബേ എന്ന് നെഞ്ചുരുകി റബ്ബിനോട് പ്രാർത്ഥിച്ച് കണ്ണുനീരോടുകൂടി നടക്കുന്ന ഒരു മനുഷ്യനെ കാണാം. ആ ഉമ്മ അനുഭവിച്ച വേദന, ആ ബാപ്പ അനുഭവിച്ച പ്രയാസം, ആ പ്രയാസങ്ങളിൽ നിന്നാണ് ഞാനും നിങ്ങളും ഈ രൂപത്തിൽ കേടുപാടുകളില്ലാതെ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമുക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, പ്രസവിച്ചു കഴിഞ്ഞ് നമ്മുടെ ഉമ്മ നമ്മുടെ കൂടെ കൂട്ടി നമുക്ക് ഉമ്മ പാല് തന്ന് വളർത്തി 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 നമ്മളെ വലുതാക്കാൻ ശ്രമിക്കുമ്പോൾ വിശക്കുന്ന നമ്മളൊരിക്കൽ ഉമ്മാന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഉമ്മ എനിക്ക് വിശക്കുന്നുണ്ട്, പാല് വേണം, പറയാൻ വയ്യല്ലോ, കരയാനേ പറ്റുള്ളൂ. ഉമ്മാന്റെ അടുത്തേക്ക് നമ്മൾ ചെന്നപ്പോഴേ ഉമ്മാക്ക് മനസ്സിലായി, എൻ്റെ മോന് എൻ്റെ മോൾക്ക് വിശക്കുന്നുണ്ട്. പക്ഷെ ഉമ്മാക്ക് സുഖമില്ല, ഉമ്മ രോഗിയായിട്ട് കിടക്കുകയാണ്, മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉമ്മ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മളെ നമ്മുടെ മടിയിലേക്ക് എടുത്തു വെച്ച് ഉമ്മയുടെ കുപ്പായം പൊന്തിച്ച് ഉമ്മയുടെ നെഞ്ചിൽ പാലുള്ള മുലക്കണ്ണുകൾ ഉമ്മ നമ്മുടെ വായിലേക്ക് വെച്ച് തന്ന്. പക്ഷേ നിരന്തരമായി രോഗിയായി മരുന്ന് കുടിച്ച് കിടക്കുന്ന ഉമ്മയുടെ മുലയിൽ നമുക്ക് കുടിക്കാനുള്ള പാലില്ല. പക്ഷെ അത് നമുക്കറിയില്ലല്ലോ. നമുക്ക് പാല് കിട്ടാതെ വന്നപ്പോ, നമുക്ക് കുടിക്കാൻ പാല് കിട്ടാതെ വന്നപ്പോ ഇന്നത്തെ പോലെ അന്നും നമുക്ക് ദേഷ്യം വന്നു. മുളച്ചു വരുന്ന നമ്മുടെ ചെറിയ അരിപ്പല്ലുകൾ കൊണ്ട് ഉമ്മയുടെ മുലക്കണ്ണിൽ നമ്മൾ ശക്തമായിട്ട് കടിച്ചു വലിച്ചു. മുല്ലപ്പൂ മൊട്ട് പോലത്തെ പാൽത്തുള്ളികൾക്ക് പകരം ഉമ്മയുടെ മുലഞ്ഞെട്ടിൽ ചോരത്തുള്ളികൾ പൊളിഞ്ഞപ്പോൾ വേദന കൊണ്ട് ഉമ്മയുടെ കണ്ണ് നിറഞ്ഞു. ഉമ്മയൊന്ന് നെട്ടി, പിന്നെ ഉമ്മയൊന്ന് ചുരുങ്ങി. എന്നിട്ട് നമ്മുടെ കാലിൽ പതുക്കെ തട്ടിയിട്ട് ഉമ്മ പറഞ്ഞു, മോനെ ഉമ്മാനെ വേദനിപ്പിക്കല്ലടാ. ഉമ്മ ദേഷ്യം പിടിച്ചിട്ടില്ല, ഉമ്മ നമ്മളെ വെറുത്തിട്ടില്ല, ഉമ്മ നമ്മളെ ശപിച്ചിട്ടില്ല, ഉമ്മ നമ്മളെ ചീത്ത പറഞ്ഞില്ല. ആ ഉമ്മ നമ്മൾ ഉമ്മയെ വേദനിപ്പിച്ചപ്പോൾ നമ്മുടെ കാലിലൊന്ന് തട്ടിയിട്ട് ഉമ്മ പറഞ്ഞു, മോനെ മോളെ ഉമ്മാനെ വേദനിപ്പിക്കലടാ, നീ ഇങ്ങനെ കടിച്ചു വലിച്ചാൽ ഉമ്മാക്ക് നോവൂലേ, മുറിവാവൂലേ, ഉമ്മയെ വേദനിപ്പിക്കല്ലേ എന്ന് പറയുമ്പോ ആ ഉമ്മയുടെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ആ നിറഞ്ഞ കണ്ണുകൾ ഇന്നുവരെ ഉണങ്ങിയിട്ടില്ല. ഇന്നും രാവിലെ പുസ്തകക്കെട്ടുമായി നമ്മൾ പാഠശാലയിലേക്ക് പോകുമ്പോ, നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങി സ്കൂളിലേക്ക് പോകുമ്പോ ഒത്തിരി ദൂരം പോയി നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കുമ്പോൾ കാണാം ആ വീടിന്റെ ഉമ്മറപ്പടിയിൽ നമ്മളെ തന്നെ നോക്കി കണ്ണ് ചിമ്പാതെ നിൽക്കുന്ന ഒരു മുഖം. സംശയിക്കണ്ട, അത് ഉമ്മാന്റെ മുഖൈക്കാരം. എനിക്ക് മക്കളുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്,
എനിക്ക് ഭർത്താവുണ്ട്, എനിക്ക് പെങ്ങന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഞാനൊക്കെ ഗൾഫിലേക്ക് പോകുമ്പോഴേ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി എല്ലാവരുടെയും കരയുന്ന മുഖങ്ങളെ കൈവീശി കാണിച്ച് ഞാനങ്ങനെ പോയിട്ട് ഇത്തിരി ദൂരെ പോയി ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, അവസാനമായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ വാതിൽ പടിക്കൽ ഒരാളെ മാത്രമേ കാണൂ. അതെൻ്റെ ഭാര്യയാവുകയില്ല, അവൾ അടുക്കളയിലേക്ക് ജോലിക്ക് പോയി. അതെൻ്റെ മക്കളാവുകയില്ല, അവർ റൂമുകളിലേക്ക് പോയി. അവസാനമായി കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ആ വാതിൽ പടിക്കൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ആരാണ് എന്നറിയാൻ ഞാൻ ഒരുപാടൊന്നും ആലോചിക്കേണ്ട. അതെന്റെ പ്രിയപ്പെട്ട ഉമ്മയായിരിക്കും. ആ ഉമ്മയോളം, ആ ഉപ്പയോളം നമ്മുടെ വളർച്ചയിൽ നമ്മുടെ കൂടെ നിന്ന, നമുക്ക് താങ്ങായ, നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ ആഗ്രഹങ്ങളുടെ, നമ്മുടെ മോഹങ്ങളുടെ വളർച്ചയിൽ നമ്മുടെ കൂടെ നിന്ന വേറെ ഒരാളെ ഈ ലോകത്ത് കാണാൻ പറ്റൂല. പലപ്പോഴും നമുക്ക് തോന്നും, ഓ എൻ്റെ അമ്മയും പാപ്പയൊക്കെ അതിനും മാത്രം എന്താ ചെയ്ത്. ഞാനൊരിക്കൽ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്തെ ഞങ്ങളുടെ സ്കൂളിൽ നിന്നൊരു ടൂറ് പോകുന്നുണ്ട്. മൈസൂരിലേക്കാണ് ടൂറ്. 2 ദിവസത്തെ യാത്ര. 125 ഉറുപ്പികയാണ് പൈസ. 125 ഉറുപ്പ്യ വേണം. ഇന്നിപ്പോ മൈസൂർ 2 ദിവസം പോവാൻ 1000 ഉറുപ്പ്യ വേണമല്ലേ. അന്ന് 125 ഉറുപ്പ്യ 2 ദിവസത്തെ ചാർജ്. അപ്പൊ സാറ് വന്നിട്ട് ക്ലാസ്സിൽ പറഞ്ഞു, മൈസൂരിലേക്ക് ടൂറ് പോകുന്നുണ്ട്, പോകേണ്ട കുട്ടികളൊക്കെ അഡ്വാൻസ് എന്ന് ബുക്ക് ചെയ്യണം. ഞാൻ ആ മാഷ് പറഞ്ഞ് കേട്ടതേ അല്ല. കാരണം എൻ്റെ ബാപ്പ ഒരു ദിവസം കൂലിപ്പണി എടുത്താൽ എൻ്റെ ബാപ്പക്ക് 15 ഉറുപ്പ്യ കിട്ടും. വൈകുന്നേരം വരെ കൈക്കോട്ട് കൊത്തിയാലേ 15 ഉറുപ്പ്യ കിട്ടും. ഞങ്ങൾ 9 മക്കളുണ്ട്. 9 മക്കളും ബാപ്പയും ഉമ്മയും ഉൾക്കൊള്ളുന്ന ആ കുടുംബം പോറ്റാൻ ഈ 15 ഉറുപ്പ്യ തികയില്ല. ബാപ്പ കടം വാങ്ങേണ്ടി വരും. അങ്ങനത്തെ ബാപ്പാന്റെ മകന് 125 ഉറുപ്പ്യന്റെ ടൂർ എന്നത് സ്വപ്നം പോലും അല്ല. അതുകൊണ്ട് ഞാൻ മാഷ് പറഞ്ഞത് കേട്ടതേ അല്ല. ഇടക്കിടക്ക് മാഷ് ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികളെ ടൂറിലേക്ക് കൂട്ടാൻ വേണ്ടി മൈസൂരിലെ മഹാരാജാവിന്റെ കൊട്ടാരം, ചാമുണ്ഡി ദേവിയും അതേപോലെ തന്നെ മൈസൂരിന്റെ ചിത്രങ്ങളൊക്കെ കാട്ടി കുട്ടികളെങ്ങനെ പേര് ചേർക്കുമ്പോൾ ഞാൻ ആ ഭാഗത്തേക്കേ നോക്കൂല. കാരണം എനിക്കത് വിധിച്ചിട്ടില്ലല്ലോ. ആ ടൂറ് എന്നത് എൻ്റെ സ്വപ്നത്തിലേ ഇല്ല. കാരണം അതെൻ്റെ ജീവിതത്തിൽ അസാധ്യമായ ഒരു സംഗതിയാണ്. ഞാൻ അത്രയും പാവമാണ്. അതുകൊണ്ട് ഞാൻ ടൂറ് ശ്രദ്ധിച്ചതേ ഇല്ല. അങ്ങനെ ഒരു ടൂറ് പോകുന്നതിൻ്റെ തലേ ദിവസം ഉച്ചക്ക് ക്ലാസ്സിലേക്ക് മാഷ് വന്നിട്ട് പറഞ്ഞു, നാളെയാണ് ടൂറ് പോകുന്നത് കൊണ്ട് ഇന്ന് ഉച്ചക്ക് ശേഷം ക്ലാസ് ഇല്ല, എല്ലാവർക്കും പോകാം. ടൂർ പോകുന്ന കുട്ടികൾ ഇവിടെ തന്നെ ഇരിക്കണം, അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാണ്ട്, അല്ലാത്ത കുട്ടികൾ പോയിക്കോളി. ഞാൻ സന്തോഷത്തോടെ എൻ്റെ ബുക്കൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ട് ഞാൻ സ്കൂളിൻ്റെ പടിയിറങ്ങി. ഞാൻ അങ്ങനെ നടന്നു പോകുക. എൻ്റെ കൂട്ടുകാരൊക്കെ ടൂർ പോകുന്നുണ്ട്, ഞാൻ ഒറ്റക്ക. അതുകൊണ്ട് ഞാൻ അങ്ങനെ വീട്ടിലേക്ക് ഒന്നും തോന്നിയില്ല, എനിക്ക് സങ്കടം തോന്നിയില്ല. കാരണം എൻ്റെ ബാപ്പാക്ക് കഴിവില്ലാഞ്ഞിട്ടല്ലേ. സാരല്ല. ഞാൻ അങ്ങനെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ എന്നെ സാറ് വിളിച്ചു, ഷാക്കിർ ഇവിടെ വാങ്ങുവാൻ. എന്നിട്ട് സാറ് ദേഷ്യപ്പെട്ടു, നീ ഞാൻ പറഞ്ഞേ കേട്ടില്ലേ? ഞാൻ പറഞ്ഞു, എന്ത് സാർ നിങ്ങൾ പറഞ്ഞത്? അതെ, ടൂർ പോകുന്ന ആൾക്കാർ ഇരിക്കണം എന്ന് പറഞ്ഞത് നീ കേട്ടില്ലേ? സാർ ഞാൻ ടൂർ പോകുന്നില്ലല്ലോ. ആര് പറഞ്ഞു നീ ടൂർ പോകുന്നില്ല എന്ന്? നീ ടൂർ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ടൂർ പോകുന്നില്ല സാർ, ഞാൻ ടൂർ പോകുന്നില്ല, എൻ്റെ വാപ്പാക്ക് എന്നെ പറഞ്ഞേക്കാൻ കഴിവില്ല. സാറ് പറഞ്ഞു, നീ ടൂർ പോകുന്നുണ്ട്, നിനക്ക് ടൂർ പോകാല്ലേ 125 ഉറുപ്പിക എൻ്റെ ബാപ്പ ഇന്നലെ വൈകുന്നേരം എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഞാനാവൂല, ഞാൻ ഷാക്കിർ, എൻ്റെ ബാപ്പയാവൂല, വേറെ ആരെങ്കിലും ഇക്കാരം. ബാപ്പ പറഞ്ഞു, സാറ് പറഞ്ഞു, നിന്റെ ബാപ്പയെ എനിക്ക് ശരിക്കറിയാം, പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ ഇരുന്നോ, നീ നാളെ ടൂർ പോകുന്നുണ്ട്. ഞാൻ ഏതോ സ്വപ്നത്തിലെന്ന പോലെ തരിച്ചുപോയി അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ മാഷ് പറഞ്ഞു ഒന്നും ഞാൻ കേട്ടില്ല. മാഷ് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് കൂടെ കരുതേണ്ടത്, എപ്പോഴാണ് പുറപ്പെടേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അന്തം വിട്ടിരിക്കുക. കാരണം ടൂർ എൻ്റെ സ്വപ്നത്തിലല്ലല്ലോ. അങ്ങനെ സ്കൂൾ വിട്ട് ഞാൻ നിസ്കരിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള പള്ളിയിൽ കയറി. ഞാൻ അങ്ങനെ ഒതു എടുക്കുമ്പോൾ എൻ്റെ ബാപ്പ പണിയെടുക്കുന്ന ഒരു തെങ്ങിൻ തോട്ടത്തിന്റെ മുതലാളിയുണ്ട്, വലിയ ആജ്യരാ, പണക്കാരനാ. ആ ആജ്യർ എന്നെ വിളിച്ചു, ഇവിടെ വാ. എന്നിട്ട് ചോദിച്ചു, നീ ടൂർ പോകുന്നുണ്ടോ? ഞാൻ അന്തം വിട്ടു. ഞാൻ തന്നെ ടൂർ പോകണേ എപ്പോഴാണ് അറിഞ്ഞേ? പിന്നെ എങ്ങനെ ഇപ്പം ആജ്യർ അറിഞ്ഞേ ഞാൻ ടൂർ പോണേ? ആജ്യർ പറഞ്ഞു, നീ ടൂർ പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്, മാഷ് അങ്ങനെ പറഞ്ഞു. അപ്പൊ ആജ്യർ ചോദിച്ചു, ടൂർ പോകാൻ എത്ര ഉറുപ്പ്യ വേണം? ഞാൻ പറഞ്ഞു, 125 ഉറുപ്പികയാണ്. ആ പൈസ കൊടുത്തോ? ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞു എൻ്റെ ബാപ്പ ഇന്നലെ രാത്രി കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ആജ്യറിനോട് ചോദിച്ചേ, ആ 125 ഉറുപ്പിക നിന്റെ ബാപ്പാക്ക് എങ്ങനെയാണ് കിട്ടിയത്, എവിടുന്നാണ് കിട്ടിയത് നിനക്കറിയോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ആജ്യർ പറഞ്ഞു, എനിക്കറിയാം. എൻ്റെ കയ്യിൽ നിന്നാണ് 125 ഉറുപ്പിക നിന്റെ ബാപ്പ വാങ്ങിയത്, കടം വാങ്ങിയത്. അത് തിരിച്ചു തരാൻ നിന്റെ ബാപ്പാക്ക് കഴിയില്ല. പകരം 8 ദിവസം
എന്റെ പറമ്പിൽ വെയിലുകൊണ്ട് ആ കല്ലും മണ്ണുമുള്ള പറമ്പിൽ നിന്റെ ബാപ്പ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കും. എന്തിന്? 2 ദിവസം നീ ടൂർ പോയി സന്തോഷിക്കാൻ. 2 ദിവസം നീ ടൂർ പോയി സന്തോഷിക്കാൻ നിന്റെ ബാപ്പ കൂലിയില്ലാതെ 8 ദിവസം എന്റെ പറമ്പിൽ കല്ലിനോടും പാറയോടും പടവെട്ടിക്കൊണ്ട് നിന്റെ ബാപ്പ അധ്വാനിക്കും. അതുകൊണ്ട് മറക്കരുത്, ജീവിതത്തിന്റെ വലിപ്പത്തിൽ എന്തിനെങ്കിലും സാധിക്കുന്ന ഒരു കാലം വരുമ്പോ നിന്റെ ബാപ്പ നിനക്ക് വേണ്ടി സഹിച്ച ഈ കഷ്ടപ്പാട് നീ മറക്കരുത്. അന്ന് ആ പള്ളിയുടെ മുമ്പിൽ വെച്ച് ഞാനൊരു പ്രതിജ്ഞ ചെയ്തു, പടച്ചോനെ എൻ്റെ ജീവിതത്തിൽ എനിക്കെന്തെങ്കിലും സാധിക്കുന്ന ഒരു കാലത്ത് എൻ്റെ ബാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ ബാപ്പാനെ ഉമ്മാനെ പടച്ചോനെ ഞാൻ മൈസൂരിലേക്ക് ഒരു ടൂർ കൊണ്ടുപോകുമെന്ന് അന്ന് മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ കുറിച്ചു വെച്ചു. എൻ്റെ ബാപ്പ 1 മാസം മുമ്പ് മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് നമ്മുടെ എല്ലാ മാതാപിതാക്കൾക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ ജീവിതത്തിൽ നമുക്ക് വേണ്ടി നമ്മളറിയാത്ത ഇടങ്ങളിൽ ഒന്നിച്ചിരുന്നു കൊണ്ട്, അവർ ഒറ്റക്കിരുന്നു കൊണ്ട് അവർ നമുക്ക് വേണ്ടി ആഗ്രഹങ്ങൾ പങ്കുവെക്കുന്നു, അവർ നമുക്ക് വേണ്ടി സംസാരിക്കുന്നു, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. മരുഭൂമിയിലൊക്കെ പ്രവാസികളായി ജീവിക്കുന്ന മാതാപിതാക്കൾ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാവാം. അറബിയുടെ ചവിട്ടും കുത്തുമേറ്റ്, അയാളുടെ തെറികേറ്റ്, അയാളുടെ മർദ്ദനങ്ങളേറ്റ് തീക്കട്ടയെ പോലും ലജ്ജിപ്പിക്കുന്ന മണൽത്തരികളിൽ നിങ്ങളുടെ ബാപ്പമാർ പണിയെടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ ബാപ്പമാരുടെ സുഖത്തിന് വേണ്ടിയല്ല, എൻ്റെ മക്കൾ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ, നമ്മുടെ ജീവിതത്തിന്റെ വഴി നിശ്ചയിക്കുന്ന വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മനുഷ്യരെ നിങ്ങളോട് ഇതാ ഞാൻ കൽപ്പിക്കുന്നു, നിങ്ങളുടെ റബ്ബ് കൽപ്പിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലക്ക് മാത്രമേ പെരുമാറാവൂ. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ മാത്രമേ നിങ്ങൾ പെരുമാറാവൂ. അവരെ വേദനിപ്പിക്കുന്ന, അവരെ കരയിപ്പിക്കുന്ന, അവരെ സങ്കടപ്പെടുത്തുന്ന, അവരെ വിഷമിപ്പിക്കുന്ന ഒരു പ്രവൃത്തി പോലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്കറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബികൾക്ക് ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുക. ആ പാഠത്തിന്റെ വിഷയം എന്താ അറിയോ? മനുഷ്യന്മാർ ചെയ്യുന്ന വലിയ തെറ്റുകളെ കുറിച്ചാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഏറ്റവും വലിയ തെറ്റുകൾ എന്തൊക്കെയാണ്? ഏറ്റവും വലിയ ഒന്നാമത്തെ തെറ്റ് ശിർക്കാണ്. അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ട പ്രാർത്ഥനകൾ, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട സഹായ ചോദിക്കലുകൾ, അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ട ആരാധനകൾ, അള്ളാഹുവിൻ്റെതു മാത്രമായ കഴിവുകൾ, അള്ളാഹുവിൻ്റെതു മാത്രമായ പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ അള്ളാഹു അല്ലാത്ത മറ്റു ചില ശക്തികൾക്ക് കൂടി പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ശിർക്കാണ് ഏറ്റവും കൊടിയ പാപം. അത് കഴിഞ്ഞാൽ, ആ ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൊടിയ പാപമായി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തത് എന്താ നിങ്ങള്? മാതാപിതാക്കളെ ചീത്ത പറയലാണ്. എന്താ പറഞ്ഞേ? മാതാപിതാക്കളെ കൊല്ലലാണ് എന്നല്ല, മാതാപിതാക്കളെ ചവിട്ടി പുറത്താക്കലാണ് എന്നല്ല, മാതാപിതാക്കളെ അടിക്കലാണ് എന്നല്ല, മാതാപിതാക്കളെ പട്ടിണിക്കിടലാണ് എന്നല്ല, നീ നിന്റെ മാതാപിതാക്കളെ ചീത്ത പറയലാണ്. അവർക്ക് വേദന ഉണ്ടാക്കുന്ന, അവർക്ക് മനപ്രയാസം ഉണ്ടാക്കുന്ന. നമ്മളൊക്കെ ഒരു വർത്താനം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നാലേ പിന്നെ അപ്പം തന്നെ നിങ്ങൾ വീട്ടിലേക്കൊന്ന് തിരിച്ചു ചെന്ന് നോക്കണ്ടി. നമ്മുടെ ഉമ്മയുടെ നനഞ്ഞ കണ്ണുകളും സങ്കടപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ബാപ്പയുടെ മുഖവും തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട്, നിങ്ങളുടെ ബാപ്പയുടെ സ്ഥാനത്ത്, ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങളെപ്പോലത്തെ മക്കൾ എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ സംഗതി, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഉണ്ടാവണം. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ നമസ്കാരങ്ങളിൽ, അതിനുശേഷമുള്ള പ്രാർത്ഥനകളിൽ, പടച്ച റബ്ബേ, എൻ്റെ ബാപ്പ, എൻ്റെ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ച എൻ്റെ മാതാപിതാക്കൾ റബ്ബേ, അവർക്ക് നീ കരുണ ചെയ്യണമേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ മറക്കരുത്. ഞങ്ങളെ ഏറ്റവും വലിയ പേടി എന്താ? ഇന്ന് നിങ്ങളെ ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ആൺകുട്ടികളെ സംബന്ധിച്ച് ഞങ്ങൾ ഏറ്റവുമേറെ പേടിക്കുന്ന സംഗതി, ഒന്ന് മയക്കുമരുന്നാണ്, 2 മൊബൈൽ ഫോണുകളുടെ ദുരുപയോഗമാണ്. മയക്കുമരുന്നും മൊബൈൽ ഫോണുകളും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത സ്ഫോടനം ഉണ്ടാക്കുന്നുണ്ട്. ഇത് രണ്ടും ഞങ്ങളുടെ മക്കളെ ഞങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ അകറ്റിക്കൊണ്ടുപോകുന്നുണ്ട്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം
ഒരു കുട്ടിയുടെ വല്ലാത്ത സങ്കടകരമായ കാഴ്ച കണ്ട്. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. എന്താ കാഴ്ച നിറങ്ങള്? അവന്റെ ചുണ്ടിന്റെ ഇടയിൽ, ചുണ്ടിന്റെയും പല്ലിന്റെയും ഇടയിൽ ഒരു വെളുത്ത മുറിവ് കുറേയായി. അപ്പൊ ആദ്യമൊക്കെ മുറിവുണ്ടായപ്പോ അവൻ വിചാരിച്ചത്രേ പുണ്ണുകൊണ്ടായിരിക്കും, വിറ്റാമിൻ ബി കോംപ്ലക്സിന്റെ ഗുളിയൊക്കെ കഴിച്ച്. പക്ഷെ ഒരു മാസമായിട്ടും ആ മുറിവ് മാറുന്നില്ല. ഇവിടെ ഇങ്ങനെ വേദനിക്കുക, ഒന്നും തിന്നാൻ വയ്യ. രാവിലെ ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ വല്ലാത്ത വേദന. ആ കുട്ടി വീട്ടുകാരോട് പറഞ്ഞു, ഉമ്മ എൻ്റെ ഇവിടെ ഒരു മുറിവുണ്ട്, അത് മാറുന്നില്ല, കുറെ ദിവസമായി. ഉമ്മ പറഞ്ഞു, മോനെ അത് മാറിക്കോളും, എല്ലാവരുടെ വായിലും മുറിവുണ്ടാവാറുണ്ട്, അത് കുറച്ച് കഴിഞ്ഞാൽ മാറും. പക്ഷേ ഇവന്റെ മുറിവ് മാറുന്നില്ല, ഇടക്കിടക്ക് ചോര പൊടിയുന്നു. അവസാനം ഉമ്മ പറഞ്ഞു, നമുക്ക് ഡോക്ടറെ അടുത്തൊന്ന് പോയൊക്കാം, ഒരു ചെറിയ ഗുളിക കഴിച്ചാൽ, ഒരു ആന്റിബയോട്ടിക് കൊണ്ട് ഒരു പക്ഷേ ഉണങ്ങാവുന്ന മുറിവേ ഉണ്ടാവുള്ളൂ. തിരിച്ച് ഡോക്ടറുടെ അടുത്തെത്തിയപ്പോ ആ മുറിവ് പലവട്ടം ഇങ്ങനെ നോക്കിയിട്ട് ആ ഡോക്ടർ ഉമ്മയോട് പുറത്തിറങ്ങാൻ പറഞ്ഞു. ആ കുട്ടിയെ ഉള്ളിലിരുത്തിയിട്ട് ആ ഡോക്ടർ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ദുശ്ശീലങ്ങളുണ്ടോ? പേടിയോടുകൂടി മുഖത്തിന്റെ നിറം മാറി ആ 18 വയസ്സുകാരൻ പറഞ്ഞു, ഇല്ല സർ, എനിക്ക് ദുശ്ശീലങ്ങളൊന്നുമില്ല. ഡോക്ടർ പിന്നെയും ചോദിച്ചു, നിനക്കെന്തെങ്കിലും വേണ്ടാത്ത? ഒന്നുമില്ല സർ, ഒന്നില്ല. അവസാനം ഡോക്ടർ ചോദിച്ചു, നീ നിന്റെ ചുണ്ടിനിടയിൽ അനാവശ്യമായ പുകല പോലെയുള്ള വസ്തുക്കൾ ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ടോ? കുട്ടിക്ക് ഉത്തരം മുട്ടി. അവൻ പറഞ്ഞു, സർ, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഡോക്ടർ അവനോട് പുറത്തിരിക്കാൻ പറഞ്ഞു. ഉമ്മയെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ കുട്ടിയുടെ മുറിവ് അതത്ര സ്വാഭാവികമായ ഒരു മുറിവായി തോന്നുന്നില്ല, അതിൻ്റെ ഒരു സാമ്പിൾ എടുത്തിട്ട് തിരുവനന്തപുരത്തേക്ക് അയച്ചു നോക്കേണ്ടതുണ്ട്, ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വരും, നിങ്ങൾ അടുത്ത തിങ്കളാഴ്ച വരണം കേട്ടോ. പിറ്റത്തെ തിങ്കളാഴ്ച പേടി നിറഞ്ഞ മുഖവുമായി ഉമ്മയും മകനും വന്നു. റിസൾട്ട് നോക്കി. ഡോക്ടർ മകനോട് പറഞ്ഞു, മോനെ നീ പുറത്ത് നിൽക്ക്. ഉമ്മയെ മുമ്പിലിരുത്തിയിട്ട് ഡോക്ടർ പറഞ്ഞു, മകന്റെ ചുണ്ടിലെ മുറിവ് അത് നമ്മുടെ നിയന്ത്രണങ്ങൾക്കപ്പുറത്തുള്ള, അത് വലിയ ഒരു രോഗത്തിന്റെ ക്യാൻസർ എന്ന ഒരു വലിയ രോഗത്തിന്റെ അടയാളമാണ് ആ മുറിവ്. അവന്റെ കൂട്ടുകാരുടെ കൂടെ അവൻ എന്തൊക്കെയോ ഉപയോഗിക്കാറുണ്ടായിരുന്നു, അതിന്റെ ഫലമാണ് ആ മുറിവ്. പാവം ഉമ്മ എന്തു പറയണമെന്നറിയാതെ ഡോക്ടറുടെ മുമ്പിലെ കസാരയിൽ നിന്ന് എണീറ്റ് പതുക്കെ ഡോക്ടറുടെ റൂമിന്റെ വാതിൽ തുറന്ന്, പിന്നെ മകൻ കണ്ടത് ആ വാതിലിന്റെ മുമ്പിൽ ഒരു പഴം തുണി പോലെ തളർന്നു വീണ് കിടക്കുന്ന ഉമ്മ. തന്റെ ഉമ്മക്ക് സഹിക്കാൻ കഴിയോ? നിങ്ങളുടെ ചുണ്ടിന്റെ ഉള്ളിലെ വെളുത്ത മുറിവ് അത് ക്യാൻസറിൻ്റെതാണ് എന്നറിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ ബാപ്പ അവരെന്താകുമെന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഉമ്മ തളർന്നു വീണിരിക്കുന്നുല്ലേ. സ്വന്തം മകൻ അവന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി അവന്റെ ചുണ്ടിനിടയിൽ ഒരു ചെറിയ മുറിവുണ്ടായപ്പോൾ തളർന്നു വീണത് അവനല്ല, അവന്റെ ചങ്കുകളായ അവന്റെ കൂട്ടുകാരല്ല, അവന്റെ കൂട്ടുകാരികളല്ല, അവന്റെ അധ്യാപകരല്ല. അവൻ പലപ്പോഴും ഏറെ ദേഷ്യത്തോടു കൂടി സംസാരിച്ച, ഏറെ വെറുപ്പോടുകൂടി സംസാരിച്ച അവന്റെ ഉമ്മ അവന്റെ കാൽച്ചുവട്ടിൽ ഒരു പഴംതുണി പോലെ കുഴഞ്ഞു വീണത് സങ്കടത്തോടു കൂടി നോക്കി നിൽക്കേണ്ട മകൻ, ആ മകൻ ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള കഠിനമായ പ്രയത്നത്തിലാണ്, ചികിത്സയിലാണ്. എല്ലാ തെറ്റുകളും പടച്ച റബ്ബിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് ഇനിയൊരു ജീവിതം എനിക്ക് തന്നാൽ നന്മയുടെ പാതയിൽ എൻ്റെ മാതാപിതാക്കളുടെ കൂടെ നിന്ന് ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന പ്രതിജ്ഞയോടുകൂടി പടച്ച റബ്ബിനോട് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ മറ്റൊരു ഉമ്മയെ കണ്ട് സംസാരിച്ചു, വേറെ ഒരു ഉമ്മ. ആ ഉമ്മ കരഞ്ഞുകൊണ്ടേയിരിക്കുക. എന്തിനാ ഉമ്മ കരയുന്നത്? ആ ഉമ്മ കരയാനുള്ള കാരണം, ഉമ്മക്ക് ഒരൊറ്റ മകനേ ഉള്ളൂ. ബാപ്പ കുറച്ചു മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇത്തിരി സാമ്പത്തിക ശേഷിയുള്ള ഉമ്മയാണ്, പണം ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മ മകന് വേണ്ടി ജീവിക്കുന്ന ഉമ്മയാണ്. അവൻ ചോദിച്ചതൊന്നും ആ ഉമ്മ ഇതുവരെ മറച്ചു വെച്ചിട്ടില്ല, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം രാത്രി 10 മണിയായപ്പോ ഈ മകൻ ബൈക്കിന്റെ ചാവി എടുത്ത് പുറത്തിറങ്ങിയപ്പോ ഉമ്മ ചോദിച്ചത്രേ, മോനെ ഈ 10 മണിക്ക് നീ എങ്ങോട്ടാ? ഈ 10 മണിക്ക് എങ്ങോട്ടാ? മോൻ പറഞ്ഞു, ഉമ്മ എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരൻ്റെ കല്യാണമാണ്, എൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്, ഞാനും അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോട്ടെ. ഉമ്മ പറഞ്ഞു, മോനെ ഈ രാത്രി തന്നെ പോണോ? ഞാൻ നിന്നെ രാവിലെ നേരത്തെ എഴുന്നേൽപ്പിച്ച് രാവിലെ നേരത്തെ നിന്നെ പറഞ്ഞയക്കാം. മോൻ പറഞ്ഞു, അല്ലമ്മ ഇപ്പം തന്നെ പോകണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത്, ഞാൻ ചെന്നില്ലെങ്കിൽ അവിടെ കാര്യങ്ങളൊന്നും നടക്കൂല. പാവമ്മ, ഉമ്മയുടെ കണ്ണു നിറഞ്ഞു. ഉമ്മക്ക് സങ്കടപ്പെടാനല്ലാതെ ഉമ്മക്ക്
എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ അടിക്കാൻ പറ്റുമോ? നമ്മളെ പിടിച്ചു വെക്കാൻ പറ്റുമോ? നമ്മളെ ഒരു ഭാഗത്തേക്ക് വലിച്ചിടാൻ പറ്റുമോ? പിടിച്ചു നിർത്താൻ പറ്റുമോ? ഉമ്മ പാവം, ഉമ്മയുടെ കൈ ശോഷിച്ചിട്ടുണ്ട്. ഉമ്മക്ക് നമ്മുടെ അത്ര ശക്തിയില്ല, ഉമ്മക്ക് നമ്മുടെ അത്ര കരുത്തില്ല. ഉമ്മയൊന്ന് പിടിച്ചാൽ നമ്മളെ പിടിയൊതുങ്ങൂല. അതുകൊണ്ട് ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ രാവിലെ പോയാ പോരടാ, ഉമ്മക്ക് ഒറ്റയാവൂലേ, ഉമ്മ ഒറ്റക്കാവൂലേ വീട്ടില്, ഉമ്മക്ക് പേടിയാവൂലേ, നിനക്ക് രാവിലെ പോകാം. മോൻ പറഞ്ഞു പോരമ്മ. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ബൈക്കിൽ അങ്ങനെ സഞ്ചരിക്കുമ്പോ ആ ബൈക്കിന്റെ പിന്നിലെ ടെയിൽ ലാമ്പിന്റെ ചുവന്ന വെളിച്ചം കണ്ണിൽ നിന്ന് മായുന്നത് വരെ കണ്ണുനീർത്തുള്ളിയോടുകൂടി ആ ഉമ്മ വാതിൽക്കൽ നോക്കി നിന്നു. പിന്നെ മകൻ കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോ വാതിൽ കുറ്റിയിട്ട് ആ ഉമ്മ നേരം പുലരുവോളം ഉറങ്ങാതെ കടന്നു. നേരം വെളുത്തു, കാര്യങ്ങളൊക്കെ പഴയതുപോലെ. ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമായി. മകനെ കാണാനില്ല. ഉമ്മ വിളിച്ചു, ഫോൺ അടിക്കുന്നുണ്ട്, പക്ഷെ ആരും എടുക്കുന്നില്ല. ഉമ്മക്ക് ബേജാറായി. ഉമ്മ മകന്റെ ഒരു കൂട്ടുകാരന്റെ നമ്പർ തപ്പിയെടുത്ത് അവനെ വിളിച്ചു പറഞ്ഞു, നോക്കിയാ എന്റെ മോൻ ഇന്നലെ രാത്രി കല്യാണത്തിന് പോയതാണല്ലോ, ഇതുവരെ വന്നില്ല, നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് മടങ്ങിയെത്തിയോ? ആ കൂട്ടുകാരൻ പറഞ്ഞു, കല്യാണം ഉച്ചക്ക് കഴിഞ്ഞല്ലോ, ഞങ്ങളൊക്കെ 2 മണിക്ക് മുമ്പേ മടങ്ങിയല്ലോ, എന്റെ മോൻ വന്നില്ലല്ലോ. ഉമ്മാക്ക് ബേജാറായി. അപ്പൊ ആ സുഹൃത്ത് പറഞ്ഞു, നിങ്ങളുടെ മോൻ കല്യാണത്തിനില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും ചോദിച്ചു, എന്തേ ഓൻ വരാഞ്ഞത്? ഞങ്ങളൊക്കെ ചോദിച്ചല്ലോ, ഞങ്ങൾ നിങ്ങളെ മോനെ കണ്ടില്ലല്ലോ. ഉമ്മാക്ക് ബേജാറായി. പടച്ചോനെ, എന്റെ കുട്ടി രാത്രി പോയിട്ട് എവിടെ എത്തി? അവസാനം നാട്ടുകാരൊക്കെ കൂടി തെരച്ചിൽ ആരംഭിച്ച് പോകുന്ന വഴിയിലെ ഒരു ഡിവൈഡറിൽ തട്ടിയിട്ട് ബൈക്ക് തെറിച്ചിട്ട് ആളുകളാരും ശ്രദ്ധിക്കാത്ത വിധം ഒരു കുറ്റിക്കാടിന്റെ അപ്പുറത്ത് പോയിട്ട് കിടക്കുക ബൈക്ക്. ആ ബൈക്കിന്റെ കുറച്ചപ്പുറത്തുണ്ട് ഈ ഉമ്മയുടെ പ്രിയപ്പെട്ട മകൻ. വായിലൂടെ, മൂക്കിലൂടെ, ചെവിയിലൂടെ കട്ട പിടിച്ച ചോര പുറത്തേക്ക് ഒഴുകിയിട്ടുണ്ട്. അതിന് കറുപ്പ് നിറമായിട്ടുണ്ട്. ആ ചോരയിലൂടെ ഉറുമ്പുകളും ഈച്ചകളും ആ മകന്റെ മുഖത്ത് അവർ സാമ്രാജ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു തിരക്കുമില്ലാതെ, യാതൊരു ബിസിയുമില്ലാതെ, ഒരു പ്രയാസങ്ങളുമില്ലാതെ, യാതൊന്നുമില്ലാതെ ആ മകൻ മരവിച്ച് കിടക്കുന്നു. 40 ദിവസമായി ആ മകന്റെ മയ്യത്ത് പോയിട്ട് 40 ദിവസമായി. ഇന്നും ഈ ഭൂമിക്കുമേലെ ആ മകനെയോർത്ത് നിറഞ്ഞ കണ്ണുകളുമായി ആരാണ് ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. ആരായിരിക്കും അത്? നിങ്ങൾ പറയണം, ആരായിരിക്കും അത്? അവന്റെ ഉമ്മ, അവന്റെ കൂട്ടുകാർ അവനെ മറന്നു കാണും. ഒരുപക്ഷെ അവന് കാമുകിമാരുണ്ടെങ്കിൽ അവന്റെ കാമുകി അവനെ മറന്നു കാണും. അവന്റെ അധ്യാപകർ അവനെ മറന്നു കാണും. അവന്റെ കൂടെ കളിക്കുന്നവർ അവനെ മറന്നു കാണും. ഒരുപക്ഷെ വല്ലപ്പോഴുമൊക്കെ അവർ അവനെ ഓർമ്മിച്ചേക്കാം. പക്ഷേ ഒരു സെക്കൻഡ് പോലും ആ മകന്റെ മുഖം തന്റെ കണ്ണിൽ നിന്ന്, മനസ്സിൽ നിന്ന് മറക്കാൻ കഴിയാതെ ഒഴുകുന്ന കണ്ണീരുമായി എന്റെ മകൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷയോടെ വാതിൽക്കൽ കാത്തു നിൽക്കുന്ന ഒരു ഉമ്മയെ കാണണോ? നിങ്ങൾ എന്റെ കൂടെ പോരൂ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ ഉമ്മ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന മക്കൾക്ക് ഞാൻ ആ ഉമ്മയെ കാണിച്ചു തരാൻ മനസ്സ് നിറയെ സങ്കടവും അതിലേറെ നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുമായി നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ മറന്നു. ആർക്ക് വേണ്ടി? നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ കളിക്കാർക്ക് വേണ്ടി, നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമാ നടന്മാർക്ക് വേണ്ടി. മയക്കുമരുന്നിന്റെ അടിമകളായി എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ മാറുമ്പോ ഈ ഭൂമിയുടെ മേലെ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവുമേറെ വേദനിക്കുന്ന 2 ആത്മാവുകളുണ്ട്. മറക്കരുത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട പെൺമക്കളോട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിക്കട്ടെ. എന്റെ പെൺമക്കളെ, നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇന്ന് ഏറ്റവുമേറെ പേടിക്കുന്നത് പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന പ്രണയമാണ്. ആ പ്രണയത്തിന്റെ പെരുമയിൽപ്പെട്ട് വീട്ടിലെ നല്ല നല്ല മക്കൾ പോലും, കാണാൻ ഭംഗിയുള്ള, മനസ്സിൽ ഈമാനുള്ള നല്ല നല്ല കുട്ടികളെ പോലും വലവീശി പിടിച്ച് പ്രേമത്തിന്റെ പേരിൽ, പ്രണയത്തിന്റെ പേരിൽ അവരെ ഇണകളാക്കി അവരെ നശിപ്പിക്കുന്ന ഒരു വലിയ സംഘം നമ്മുടെ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. പ്രായഭേദമന്യേ എല്ലാ പെൺകുട്ടികളും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരുത്തനെ അവർ പ്രണയിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രണയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിന്റെ സന്തോഷം മുഴുവനും തന്നെ പ്രണയിച്ചവന് വേണ്ടി കൊടുക്കുവാൻ അവർക്ക് മടിയില്ല. ഉമ്മയെ കാണുന്നത് ദേഷ്യമാണ്, ഉമ്മയുടെ ഉപദേശങ്ങൾ ദേഷ്യമാണ്, ഉമ്മ എന്തെങ്കിലും പറയുന്നത് ദേഷ്യമാണ്, ബാപ്പയെ കാണുന്നത് ദേഷ്യമാണ്, ബാപ്പ ഉപദേശിക്കുന്നത് ദേഷ്യമാണ്. മനസ്സിന്റെ സ്നേഹം മുഴുവനും വഴിയോരത്ത് കാത്തിരുന്ന് ബസ് സ്റ്റാൻഡില്, സ്കൂളിന്റെ മുമ്പില്, ബസ് സ്റ്റോപ്പില്, അല്ലെങ്കിൽ ബസ്സിലെ കിളിയായി, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായി നമ്മുടെ ജീവിതത്തിലേക്ക് ചതിക്കുഴിയിലൂടെ കടന്നു വന്ന് നിങ്ങളുടെ മനസ്സിനെ തട്ടിക്കൊണ്ടുപോകുന്ന ഇത്തരം ആളുകൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ മറക്കുന്ന ഒരു ദുരവസ്ഥ എന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. കോടതി വരാന്തയിൽ വെച്ച് പ്രിയപ്പെട്ടവന്റെ കയ്യും പിടിച്ച് കോടതിയിലേക്ക് കയറി വരുമ്പോ കണ്ണീരോടുകൂടി
വേണ്ടി കോടതിയുടെ മൂലയിൽ നിന്ന് തേങ്ങിക്കരയുന്ന രണ്ടാത്മാക്കളെ നിങ്ങൾ മറക്കരുത്. ജഡ്ജി നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോകാം എന്ന് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഉമ്മ നിങ്ങളുടെ കാലിൽ വീണ് പ്രിയപ്പെട്ട മോളെ പോകരുത് എന്ന് പറയുമ്പോൾ ആ മാതാവിന്റെ കൈ തട്ടിമാറ്റി ഇന്നലെ ഒരു ചോക്ലേറ്റുമായി ഒരു മിസ് കോളായി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന തന്റെ കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയി മാതാപിതാക്കൾക്ക് മരണം വരെ കണ്ണീര് മാത്രം സമ്മാനിക്കുന്ന നന്ദികെട്ട വൃത്തികെട്ട മക്കളായി എന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ നിങ്ങൾ മാറരുത്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണീരിന്റെ ചോരയുടെ വിലയുണ്ട് എന്നത് നിങ്ങൾ മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ ഖുർആൻ നമ്മളോടൊരു കാര്യം പറഞ്ഞത്. മാതാപിതാക്കൾക്ക് വേണ്ടി ഞാനും നിങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്താണെന്ന് അറിയുമോ? മാതാപിതാക്കൾക്ക് നിങ്ങൾ കുഴിമന്തി വാങ്ങിക്കൊടുക്കണമെന്നോ മാതാപിതാക്കളെ നിങ്ങൾ ടൂർ കൊണ്ടുപോകണമെന്നോ ഇതൊന്നും അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചില്ല. അല്ലാഹു തആല മാതാപിതാക്കളുടെ കാര്യത്തിൽ നമ്മളോട് കൽപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് എന്താ പറഞ്ഞത്? വലാ തഖുല്ലഹുമാ ഉഫിൻ, വലാ തഖുല്ലഹുമാ ഉഫിൻ. നീരസത്തിന്റെ വെറുപ്പിന്റെ ഒരു വാക്ക് പോലും നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ പറഞ്ഞു പോകരുത് കേട്ടോ. ഈ ഒരു ഉമ്മ എന്തമ്മത്, അല്ലെങ്കിൽ എന്താ ബാപ്പത്, നിങ്ങൾക്ക് വിവരല്ലേ, നിങ്ങൾക്ക് അന്തല്ലേ? വെറുപ്പിന്റെ ഒരു വാക്ക് നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ പറഞ്ഞു പോകരുത്. വലാ തൻഹർഹുമാ, അവരോട് കയർത്ത് ദേഷ്യപ്പെട്ട് നിങ്ങൾ സംസാരിക്കുകയും അരുത്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, വഖുല്ലഹുമാ ഖൗലൻ കരീമാ. ആ മാതാപിതാക്കളോട് ഏറ്റവും മാന്യമായ മൃദുവായ ആർദ്രമായ വാക്കുകൾ മാത്രമേ നിങ്ങൾ പറയാവൂ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാക്ക്, വഹ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. കാരുണ്യത്തിന്റെ ചിറകുകൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ താഴ്ത്തി കൊടുക്കണം. നിങ്ങളെ വീട്ടിൽ നിന്ന് പോരുമ്പോഴേ, അല്ലെങ്കിൽ ഇന്ന് ഈ ഹൈസൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു പ്രവൃത്തി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഉമ്മ അസ്സലാമു അലൈക്കും, അല്ലെങ്കിൽ ബാപ്പ അസ്സലാമു അലൈക്കും. ഉമ്മയാണോ ബാപ്പയാണോ നിങ്ങൾക്ക് മുമ്പുള്ളത്, ആ ഉമ്മയെ ബാപ്പയെ ഒന്ന് ചേർത്ത് പിടിച്ച് ആ ഉമ്മയുടെ കവിളിൽ ബാപ്പയുടെ കവിളിൽ നിങ്ങളൊരു ഉമ്മ കൊടുക്കുക, ഒരു ഉമ്മ കൊടുക്കുക. നിങ്ങൾക്ക് കാണാം ഈ ലോകത്തെ എല്ലാ പൂവുകളും പൂത്താലുള്ള സൗന്ദര്യമുണ്ടല്ലോ, ആ സൗന്ദര്യം നിങ്ങളുടെ മാതാവിന്റെ പിതാവിന്റെ മുഖത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഉമ്മാനെ ഒന്ന് ചേർത്ത് പിടിച്ച് ബാപ്പാനെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരുടെ കൂടെ ഇരുന്ന് ഇത്തിരി നേരം അവരുമായി നിങ്ങൾ സംസാരിക്കണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവരുമായി പങ്കുവെക്കണം. നിങ്ങളുടെ പ്രാർത്ഥനകൾ അവരോട് നിങ്ങൾ പറയണം. അത് ആ മാതാപിതാക്കളുടെ മനസ്സിലുണ്ടാക്കുന്ന സന്തോഷം ചില്ലറയല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ മനസ്സിലാക്കണം. നമ്മൾ നടന്നു പോകുന്ന ഈ വഴിയിൽ നമ്മൾ ഈ അവസ്ഥയിലെത്താൻ അവർ സഹിച്ച കഷ്ടപ്പാട് കുറച്ചൊന്നല്ല. എൻ്റെ നാട്ടിലെ ഒരു ആദിവാസി കോളനി ഉണ്ട്. ആ ആദിവാസി കോളനിയിലെ ഒരാള് അയാളുടെ അമ്മനെ അടിച്ചു. അപ്പൊ എന്തിനാ അമ്മനെ അടിച്ചത് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ മറുപടി എന്താരോ, വെള്ള തുണിയും കുപ്പായൊക്കെ ഇട്ട് ഒരു വഴിക്ക് പോവാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അമ്മ വീടിന്റെ തിണ്ണയിൽ വെറ്റില തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മോൻ ഇറങ്ങിയതും അമ്മ ശ്രദ്ധിച്ചില്ല. അമ്മ വെറ്റില പാറ്റിയൊരു തുപ്പല്, വെറ്റില തുപ്പല്. ആ വെറ്റില തുപ്പൽ ഇങ്ങോട്ട് കാറ്റിൽ പാറിയപ്പോ ഈ മകന്റെ വെള്ളക്കുപ്പായത്തിൽ വെറ്റില തുപ്പൽ വീണു. അവനായിരിക്കുന്ന അമ്മയെ ഒറ്റടി ആ തിണ്ണയിൽ നിന്ന് അമ്മ മറിഞ്ഞിട്ട് താഴെ വീണ്. ആളുകൾ ചോദിച്ചു, നീ എന്തിനാ അടിച്ചത്? ഓ പറഞ്ഞു, കണ്ടങ്ങള് എന്റെ വെള്ളക്കുപ്പായത്തിൽ എന്റെ അമ്മ കാണിച്ചു വെച്ചേ കണ്ടോ, എങ്ങനെ അടിക്കാതൊക്കെയാ? അപ്പൊ ഒരാള് ചോദിച്ചു, എടാ നിനക്ക് ഓർമ്മ ഉണ്ടാവൂല, പണ്ട് കുളിപ്പിച്ച് നിന്നെ വസ്ത്രം ധരിപ്പിച്ച് അമ്മ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അമ്മ നിന്നെ ഒക്കത്ത് വെച്ച് റോട്ടിലേക്ക് ഇറങ്ങുമ്പോ ആ അമ്മയുടെ നെഞ്ചിൽ നീ മൂത്രമൊഴിച്ചിട്ടുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടത്? ആ അമ്മയുടെ നെഞ്ചത്ത് അമ്മ ധരിച്ച പുതിയ വസ്ത്രത്തിലൂടെ നീ മൂത്രമൊഴിച്ചപ്പോ ആ മൂത്രത്തിന്റെ ചൂട് അമ്മയുടെ നെഞ്ചിലൂടെ ഒലിച്ചിറങ്ങിയപ്പോ എടോ നിന്റെ ഉമ്മ അടിച്ചോ, നിന്റെ അമ്മ അടിച്ചോ?
തെറി പറഞ്ഞോ? ഇല്ലല്ലോ. നിന്നെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു നടന്ന് നിന്റെ വസ്ത്രങ്ങൾ മാറ്റി നിന്നെ കഴുകി നല്ല വസ്ത്രം ധരിപ്പിച്ച് ആ അമ്മ തന്റെ വസ്ത്രം മാറ്റി വേറെ വസ്ത്രം ധരിച്ച് മകന്റെ കവളത്ത് ഒരു ഉമ്മ വെച്ച്, എടാ മോനെ ഇനി മൂത്രമൊഴിച്ച് അമ്മനെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് നിന്നെ തോളിലേറ്റി ആ അമ്മ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ഒരു വെറ്റിലത്തുപ്പല് നിന്റെ ദേഹത്തേക്ക് തെറിച്ചതിന്റെ പേരിൽ നിന്റെ മാതാവിനെ അടിക്കാൻ നിനക്കെങ്ങനെ തോന്നി എന്ന് ചോദിച്ചപ്പോ ഉത്തരമില്ലാത്ത ആ ചെറുപ്പക്കാരന്റെ മുഖം ഇപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, നമ്മളാരും ഈ ഭൂമിയിലേക്ക് വന്നപ്പോ ഈ രൂപത്തിലായിരുന്നില്ല. അറപ്പുളവാക്കുന്ന, കണ്ടാൽ അറപ്പുളവാക്കുന്ന ഒരു മാംസ കഷ്ണമായി നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് അള്ളിപ്പിടിച്ച് നമ്മൾ വളരാൻ തുടങ്ങിയത് മുതൽ നമ്മുടെ ഉമ്മ വേദനിച്ചു കൊണ്ടേയിരിക്കുക. പ്രസവത്തോടു കൂടി നിന്നില്ല, മുലയൂട്ടുന്ന കാലത്ത് നിന്നില്ല. ഇന്നും നമുക്ക് വേണ്ടി നമ്മുടെ ഉമ്മ വേദനിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ ഉമ്മാനെ ബാപ്പയെ സ്നേഹിക്കാൻ നിങ്ങൾ മറക്കരുത്. ഞാൻ ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ MTയുടെ പാൽപ്പായസം എന്ന കഥ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടെങ്കിലും ഞാൻ ഒന്നുകൂടി ആ കഥ പറയാ. ഒരമ്മ വീട്ടില് അച്ഛനും മക്കൾക്കും വേണ്ടി എമ്പാടും കഷ്ടപ്പെട്ട് ജീവിച്ച ഒരമ്മ ഒരു ദിവസം രാവിലെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ചാരി വെച്ച ചൂലിന്റെ താഴെ ആ ഉമ്മ തളർന്നു വീണ് മരിച്ചു. വീട്ടില് അച്ഛനും മക്കളും കിടന്നുറങ്ങുക. അമ്മ രാവിലെ എണീറ്റ് പണി തുടങ്ങിയതാ. അങ്ങനെ പണിയെടുത്ത് തളർന്ന ആ അമ്മ വീടിന്റെ മൂലയിൽ തിരികെ വെച്ച ആ ചൂലിന്റെ താഴെ തളർന്നു വീണ് ആ അമ്മ മരിച്ചു. അച്ഛൻ വല്ലാത്ത സങ്കടത്തിലായി, മക്കൾ അതിലേറെ സങ്കടത്തിലായി. ഏതായാലും അമ്മയുടെ മരണാനന്തര കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അമ്മയുടെ ശരീരം സംസ്കരിച്ചു വൈകുന്നേരം തൻ്റെ 3 മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണീരോടുകൂടി അമ്മയില്ലാത്ത വീട്ടിലേക്ക് ആ അച്ഛൻ കടന്നു വന്നു. ആദ്യമായിട്ട് വീട്ടിൽ അമ്മയില്ലാത്ത വീട് ആ അച്ഛനും മക്കളും കണ്ടു. ചെതറിക്കിടക്കുന്ന വസ്തുക്കൾ, അലസമായി കിടക്കുന്ന വീട്ടിലെ ഫർണിച്ചറുകൾ. അമ്മയില്ലാത്ത വീട്, അത് വിജനമായ ഒരു സ്ഥലമാണ്. അച്ഛനും മക്കളും കരഞ്ഞു. മക്കൾ പറഞ്ഞു, ചെറിയ കുട്ടി പറഞ്ഞു, അച്ഛാ വിശക്കുന്നുണ്ട്. അച്ഛൻ ആദ്യമായിട്ടാണ് ആ പദം കേൾക്കുന്നത്. ഇന്നുവരെ വിശക്കുന്നു എന്ന പദം അച്ഛൻ കേട്ടിട്ടില്ല. കാരണം അത് കേൾക്കത്തക്ക ഒരവസ്ഥ ആ അമ്മ ആ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല. അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ എൻ്റെ മക്കൾക്ക് എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും? അച്ഛൻ മക്കളെയും കൂട്ടി അടുക്കളയിലേക്ക് ചെന്നപ്പോ അടുക്കളയിൽ പാത്രങ്ങൾ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. അച്ഛൻ ഓരോന്ന് തുറന്നു നോക്കി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഓരോ മക്കൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം. ഒരുത്തന് ഇഡലിയാണ്, മറ്റവന് ദോശയാണ്, അടുത്തയാൾക്ക് ഉപ്പുമാവാണ്. അവർക്ക് വേണ്ട ഭക്ഷണം അമ്മ ഒരുക്കി വെച്ച് അത് മൂടി വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അച്ഛൻ രാവിലെ നിലത്ത് പടിഞ്ഞിരുന്ന് ഓരോ ഭക്ഷണം എടുത്ത് ഓരോ മക്കൾക്കും കൊടുത്ത് അവസാനം മൂടി വെച്ച ഒരു പാത്രം കൂടി ബാക്കിയുണ്ടായിരുന്നു. ആ പാത്രം അച്ഛൻ തുറന്നു നോക്കി. പാൽപ്പായസമാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽപ്പായസം. അതുകൂടി ഉണ്ടാക്കി വെച്ചാണ് അമ്മ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞത്. അച്ഛൻ വിറക്കുന്ന കൈകൾ കൊണ്ട് തൻ്റെ കുട്ടികൾക്ക് പാൽപ്പായസം വിളമ്പിക്കൊടുത്തു. പാൽപ്പായസം കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ചെറിയ കുട്ടി പറഞ്ഞു, നമ്മുടെ അമ്മയുണ്ടാക്കിയ പാൽപ്പായസത്തിന് എന്തോ ഒരു രസമാണല്ലേ അച്ഛാ. അച്ഛൻ കരഞ്ഞുപോയി. ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ അമ്മ എന്തോരും ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണം നല്ല ഭക്ഷണമാണ് അമ്മേ, ഇന്നത്തെ ഭക്ഷണം നന്നായിട്ടുണ്ട് ഉമ്മ, ഇന്നത്തെ ഭക്ഷണം ഉഷാറായിട്ടുണ്ട് ഉമ്മ എന്ന് ഒരു വാക്ക് കേൾക്കാൻ ആ വീടിന്റെ അടുക്കളയിൽ രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുന്ന ആ ഉമ്മ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ടാവൂലേ. പക്ഷെ മരിക്കുന്നത് വരെ അങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ ആ അമ്മക്ക് ഭാഗ്യം കിട്ടിയില്ല. മരിച്ചു കഴിഞ്ഞപ്പോ മകൻ പറഞ്ഞു, അമ്മയുണ്ടാക്കിയ പാൽപ്പായസം എത്ര ഭംഗിയുണ്ട്, എത്ര നന്നായിട്ടുണ്ട്, എത്ര രസമുണ്ട്, എത്ര സ്വാദാണ്. അച്ഛൻ കരഞ്ഞുപോയി. മക്കളെ, മരിക്കുന്നത് വരെ ഇങ്ങനെ ഒരു പദം നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ എത്രയേറെ കൊതിച്ചിരിക്കും ഈ അമ്മ. അത് കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, എനിക്കറിയാം. ഞാൻ ഉമ്മയെ പറ്റി പറയുമ്പോ, ഞാൻ ബാപ്പയെ പറ്റി പറയുമ്പോ നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നത് ആ സ്നേഹം കൊണ്ടാണ്. പക്ഷേ ആ സ്നേഹം നിങ്ങളുടെ മാതാപിതാക്കളോട് പങ്കുവെക്കണം, അവരോട് കൂടെ ഇരിക്കണം, ഉമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കണം.
ബാപ്പാന്റെ കൂടെ ഇരുന്ന് ബാപ്പയുടെ തലയിലെ നരപിടിച്ച മുടികൾ ഓരോന്ന് കണ്ടുപിടിച്ച് അത് പിഴുതെടുത്ത് ബാപ്പയുടെ കവിളിൽ ഒരു ഉമ്മ വെക്കാനുള്ള മാനസിക വിശാലത എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ നേടിയെടുക്കണം. നമ്മൾ ഈ ഭൂമിയിൽ ആരായി മാറിയാലും നമ്മുടെ സഞ്ചാരത്തിന്റെ ഊർജമായി, നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി ഈ രണ്ടാത്മാക്കൾ നമ്മുടെ കൂടെ ഏത് കാലത്തും ഉണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ആ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അതില്ലാത്ത ഒരു പ്രാർത്ഥന നമുക്കുണ്ടാവരുത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുവേ, എന്റെ മാതാപിതാക്കൾ ചെറുപ്പകാലത്ത് ഒന്നിനും കഴിയാതെ മലർന്നു കിടന്ന് കരയുവാൻ മാത്രം സാധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് വേണ്ടി ഉറങ്ങാത്ത രാത്രികളും ഭക്ഷണം കഴിക്കാത്ത വിശക്കുന്ന പകലുകളുമായി എനിക്ക് വേണ്ടി കാവലിരുന്ന എന്റെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ എന്നോട് കാണിച്ച കാരുണ്യത്തിന് നന്ദി കാണിക്കാൻ ഈ ജന്മം മതിയാവുകയില്ല റബ്ബേ. അതുകൊണ്ട് റബ്ബേ, എന്റെ മാതാപിതാക്കൾ എന്നോട് കരുണ കാണിക്കുന്നത് പോലെ അല്ലാഹുവേ എന്റെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കാൻ എന്റെ പ്രിയപ്പെട്ട മക്കളെ മറക്കരുത്. നമ്മുടെ ആരുടെയെങ്കിലും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നനഞ്ഞ കണ്ണുകളോടെ, വിറക്കുന്ന ചുണ്ടുകളോടെ അല്ലാഹുവേ എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ മറക്കരുത്. പ്രത്യേകിച്ച് ഞാൻ പെൺകുട്ടികളോട് പറയട്ടെ, പെൺമക്കളെ, കല്യാണം കഴിക്കുന്നത് വരെ നിങ്ങളുടെ ഭർത്താവിനെ കണ്ടെത്തി ആ ഭർത്താവിന്റെ കൂടെ നിക്കാഹ് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ ഏറ്റവുമേറെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ മാതാപിതാക്കളാവണം. അവരെക്കാളേറെ ഒരുത്തനെയും സ്നേഹിക്കരുത്. ചതിക്കും, നിങ്ങളെ നശിപ്പിക്കും അവർ. അവർക്ക് വേണ്ടത് നിങ്ങളുടെ ശരീരമാണ്, അവർക്ക് വേണ്ടത് നിങ്ങളുടെ സൗന്ദര്യമാണ്, അവർക്ക് വേണ്ടത് നിങ്ങളുടെ ഈ കൗമാരത്തിന്റെ യുവത്വത്തിന്റെ ആ സൗന്ദര്യമാണ്. അതിനുവേണ്ടി അവർ കള്ളന്മാരാണ്, അവർ ചതിയന്മാരാണ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ അടർത്തി മാറ്റി കൂട്ടത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോയ ആട്ടിൻകുട്ടിയെ പോലെ നിങ്ങളെ വേട്ടയാടാൻ ചെന്നായ്ക്കൾക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട പെൺമക്കളെ, മാതാപിതാക്കളെ സ്നേഹിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ആരൊക്കെ നിങ്ങളോട് സംസാരിച്ചു, എന്തൊക്കെ നിങ്ങളോട് സംസാരിച്ചു, നിങ്ങൾ മാതാപിതാക്കളുമായി പങ്കുവെക്കുക. അവരാണ് ഈ ഭൂമിയുടെ മേലെ നിങ്ങളെ ഏറ്റവും ഏറെ സ്നേഹിക്കുന്നവർ. നാളെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ പോകാൻ പുതുമണവാട്ടിയായി നിങ്ങളുടെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ചങ്ക് പറിച്ചെടുക്കുന്ന വേദനയോടെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരയാൻ, ബാപ്പയെ കെട്ടിപ്പിടിച്ച് കരയാൻ എന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ നിങ്ങൾക്ക് സാധിക്കണം. അതിനു മുമ്പ് മാതാപിതാക്കൾക്ക് പകരം നിങ്ങളുടെ മനസ്സിൽ മറ്റൊരുത്തനെ പ്രതിഷ്ഠിക്കരുത്, മറ്റൊരുത്തനെ നിങ്ങൾ കുടിയിരുത്തരുത്. അവർക്ക് വേണ്ടി മാതാപിതാക്കളുടെ സ്നേഹത്തിനെ നിഷേധിക്കുന്ന ദുരവസ്ഥ എന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ആൺകുട്ടികളോട് ഒന്നുകൂടി ഉണർത്തട്ടെ, മയക്കുമരുന്ന് സൂക്ഷിക്കണം കേട്ടോ. ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ നിന്ന് പിടിച്ചെടുക്കുന്ന മയക്കുമരുന്നുകളുടെ അളവ് നമ്മുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന രൂപത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മയക്കുമരുന്നുകളൊക്കെ അവർ വിറ്റുകൊണ്ടിരിക്കുന്നത് ബംഗാളികൾക്കിടയിലല്ല, കൂലിപ്പണിക്കാർക്കിടയിലല്ല, ശേരി പ്രദേശങ്ങളിലല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചാണ്, വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ്. ഞങ്ങൾക്ക് പേടിയുണ്ട് മക്കളെ. ഒരു പുകയായി, ഒരു തരിയായി, ഒരു മരുന്നായി, ഒരു ഇഞ്ചക്ഷനായി, ഒരു മുറിവായി, ഒരു പേപ്പറായി നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ മയക്കുമരുന്ന് കയറി വരുമ്പോൾ നാളെ നിങ്ങൾ വലുതാകുന്നതും നിങ്ങൾ വലുതായി നിങ്ങൾ താങ്ങാവുന്നതും കാത്തിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ, അവർ നാളെ എന്റെ കുട്ടി മയക്കുമരുന്നിന്റെ അടിമയാണ് എന്നറിയുമ്പോൾ നെഞ്ചുപൊട്ടി ചോര തുപ്പി ആ മാതാപിതാക്കൾ മരിക്കുന്ന ദുരവസ്ഥ എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ മനസ്സിൽ ഓർമ്മിക്കണം. അവർക്ക് വേണ്ടി ജീവിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജീവിതത്തിന്റെ ഏതവസ്ഥയിലും ആ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകൾ മറക്കാതെ നല്ല മക്കളായി ജീവിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന നല്ല മക്കളായി വളരാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. മാതാപിതാക്കളെ വെറുക്കുന്ന, മാതാപിതാക്കളെ തെറി പറയുന്ന, മാതാപിതാക്കളെ തള്ളി പറയുന്ന വൃത്തികെട്ട കൂട്ടത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും അല്ലാഹു നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.